അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി, ഇതാണ് കോൺഗ്രസിനെതിരെ ഉയരുന്ന ഒരു ആരോപണം. ഈ രാമക്ഷേത്രം എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. അവിടെ വെറുമൊരു രാമക്ഷേത്രമല്ല, അത് ബാബറി മസ്ജിദ് നിന്നിരുന്ന സ്ഥലത്ത് അത് പൊളിച്ച് ക്ഷേത്രം പണിതതാണ്. ആ ക്ഷേത്രം പണിതതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എന്തിന് കോൺഗ്രസിൻ്റെ MLA-മാർ പിന്തുണയ്ക്കണം? കോൺഗ്രസിൻ്റെ MLA-മാർ കൂടി പിന്തുണച്ചതോടെ ഗുജറാത്തിലും ഗോവയിലും നിയമസഭ ഈ പ്രമേയം പാസാക്കുമ്പോൾ അത് ഏകകണ്ഠമായി അംഗീകരിക്കപ്പെടുകയാണ്. ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഈ സംഘപരിവാർ ഭീകരത രാജ്യത്ത് അങ്ങേയറ്റം വലിയ ചർച്ചയാകുമ്പോൾ ഇന്ത്യ മുന്നണി അടക്കമുള്ള പാർട്ടികൾ ഈ വിഷയം വലിയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇങ്ങനെ ഒരു വിരുദ്ധ നിലപാട് കൈക്കൊള്ളുന്നത്? ഒന്ന്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗോവയിലെ കോൺഗ്രസ് MLA-മാർ എന്ന് പറയുന്നത് അവിടെ നമ്പർ 3 ആണ്. ഇനി അത് ഒന്നാണെങ്കിൽ പോലും അങ്ങനെ ഒരു നിലപാടെടുത്ത് തെറ്റ് തന്നെയാണ്. പക്ഷേ ആ 3 MLA-മാർ എടുത്ത നിലപാടിനെ പറ്റി AICC അവരോട് വിശദീകരണം ആവശ്യപ്പെടുന്നുണ്ട്. AICC അതിൽ ഒരു നിലപാടെടുക്കുകയും ചെയ്യും. അത് കോൺഗ്രസിന്റെ നിലപാടല്ല. ഒന്ന്. രണ്ട്, ഗുജറാത്തിലെ ഇത് തന്നെയാണ് അവസ്ഥ. കോൺഗ്രസിന്റെ ഏതെങ്കിലും MLA ഒരു കാര്യം വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞ് അത് ഔദ്യോഗികമായി കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ, ഇതാ നോക്കൂ, 2023 മനോരമയുടെ ഓൺലൈൻ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്തയാണ്. അത് ഇന്ത്യ ടുഡേയുടെ കൊണ്ട് ഞാൻ മലയാളം കിട്ടാൻ വേണ്ടി ഇത് എടുത്തതേ ഉള്ളൂ. രാഷ്ട്രീയ ശത്രുക്കൾ ഒരുമിച്ചു. ബംഗാളിൽ CPM BJP സഖ്യത്തിന് തകർപ്പൻ ജയം. BJPയുമായി ഒരുമിച്ച് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ബംഗാളിൽ മത്സരിച്ച് 52 സീറ്റുകളിൽ വിജയിച്ച സഖ്യമുണ്ട് ബംഗാളിൽ CPM-ന്. രണ്ട്, ഇവർ BJP ആകുന്നതിന് മുമ്പ് ജനസംഘമായിരുന്ന സമയത്ത് RSSന്റെ രാഷ്ട്രീയ ഫോം അത് ജനസംഘമായിരുന്നല്ലോ. ആ ജനസംഘത്തിന് നാടൊട്ടുക്കും പ്രസംഗിക്കാൻ വേദി ഉണ്ടാക്കി കൊടുത്ത് അവരുമായി വേദി പങ്കിട്ട പാരമ്പര്യവും CPM-നുണ്ട്, ഞങ്ങളെ കണ്ണടച്ചങ്ങ് വിമർശിക്കുമ്പോൾ. ഇനി 3, രാജ്യത്തൊട്ടാകെ ഈ BJPയുടെ RSSന്റെ കൊള്ളരുതായികൾക്കെതിരെ, അവരുടെ സവർണ മേധാവിത്വത്തിനെതിരെ, അവരുടെ വർഗീയ അജണ്ടകൾക്കെതിരെ പടപൊരുതുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന് ശ്രീ KP കുഞ്ഞിക്കണ്ണന് എതിരഭിപ്രായം ഉണ്ടായിരിക്കാം. പക്ഷെ സീതാറാം യെച്ചൂരിക്ക് അത് ഉണ്ടാവില്ല. അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി. അതുകൊണ്ടാണല്ലോ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സഖ്യത്തിന്റെ ഭാഗമായി ഈ സീതാറാം അടക്കമുള്ളവർ ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്നത്. ഏതെങ്കിലും ഒരു MLA ഒരു സ്റ്റാൻഡ് എടുത്തു എന്ന് പറഞ്ഞ് അതിൽ ഞങ്ങൾ പറഞ്ഞല്ലോ വിശദീകരണം പാർട്ടി ചോദിക്കും, അതിൽ ഉചിതമായ നടപടി സ്വീകരിക്കുകയും ചെയ്യും. അതാണ് ഞാൻ ഈ ചർച്ചയ്ക്ക് മുമ്പ് ഇത്തരത്തിൽ വിശദീകരണം ചോദിച്ചത്. വസന്ത, ഒരു വ്യക്തതയ്ക്കാണ്. കാരണം മാധ്യമങ്ങളിലൊന്നും അത്തരത്തിൽ ഒരു റിപ്പോർട്ട് കണ്ടില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. എപ്പോഴാണ് AICC അത്തരത്തിൽ ഒരു വിശദീകരണം ചോദിച്ചതായി കാണുന്നത്? നമ്മുടെ അറിവിലില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. നീലിമ, ഈ ചർച്ചയ്ക്ക് വിളിക്കുന്ന സമയത്താണ് ഞാൻ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ നോക്കുന്നത്. 2 മാധ്യമങ്ങളാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒന്ന് NDTV ഇപ്പോൾ ആരുടെ കയ്യിലാണെന്ന് നമുക്കറിയാം. 2 കൈരളി. രണ്ടിന്റെയും ക്രെഡിബിലിറ്റിയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ AICC വൃത്തങ്ങളുമായി ഞാൻ ചോദിക്കുകയും ഔദ്യോഗികമായ പാർട്ടി സ്റ്റാൻഡ് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വിവരമാണ് ഞാൻ ഔദ്യോഗികമായ പാർട്ടി സ്റ്റാൻഡായി പറയുന്നത്. വിശദീകരണം ചോദിക്കും. ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. വിശദീകരണം പാർട്ടി ചോദിക്കും, അതിൽ ഉചിതമായ നടപടി പാർട്ടി എടുക്കുകയും ചെയ്യും. അത് പാർട്ടിയുടെ തീരുമാനമാണ്. അത് ഔദ്യോഗികമായി പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെ അങ്ങ് കണ്ണടച്ച് വിമർശിക്കുമ്പോൾ അവരുടെ കൂടെ സഖ്യത്തിന് പോയവർ, അവർക്ക് 2 MP-മാർ മാത്രം ഉണ്ടായിരുന്ന കാലത്ത് അവർക്ക് രാജ്യമൊട്ടക്കും വേറിട്ടം ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിൽ പ്രസംഗിക്കാൻ വേദി ഉണ്ടാക്കി കൊടുത്തവർ, അവരിതിനെപ്പറ്റി തിരിച്ചു ചിന്തിക്കണ്ടേ? ഹൈദരാബാദിൽ 3ാം മുന്നണി എന്ന് പറയുന്ന സഖ്യം ഉണ്ടാക്കാൻ പോയതാരാണ്? ഇപ്പൊ ദേവഗൌഡ എന്താണ് പറഞ്ഞത്? പിണറായി വിജയന്റെ ആശീർവാദത്തോടു കൂടിയാണ് എന്റെ സർക്കാർ BJPയുമായി ഒന്നു ചേർന്ന് ഞാനിവിടെ സർക്കാർ ഉണ്ടാക്കിയതെന്ന് ദേവഗൌഡ പറഞ്ഞില്ലേ. പിന്നീട് അദ്ദേഹം തിരുത്തിയെങ്കിൽ പോലും ഇപ്പൊ നാളെ ഈ കോൺഗ്രസ് MLA-മാർ തിരുത്തിയാൽ ദേവഗൌഡ പറഞ്ഞതുപോലെ തന്നെ ആയില്ലേ? ഒന്നത്. 2, ഈ രാംലല്ലയുമായി ബന്ധപ്പെട്ട് അതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ പരമോന്നത കമ്മിറ്റി, CPM-ന് കേന്ദ്ര കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോയും പോലെ CWC ആണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി. ആ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി വിവിധ തലങ്ങളിൽ ചർച്ച ചെയ്ത് വിവിധ ഒപ്പോസിഷനും അതുമായി സപ്പോർട്ടും ഒക്കെ ഉണ്ടായി. വിവിധ തലങ്ങളിൽ വിവിധ വ്യക്തികൾ വിവിധ ആശയങ്ങൾ രൂപപ്പെടുത്തി. അതുമായി ബന്ധപ്പെട്ട നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് CWC ഒരു തീരുമാനമെടുത്തത്. പാർട്ടി ഔദ്യോഗികമായി പോകില്ല. ശ്രീമതി സോണിയാഗാന്ധിക്ക്, മുൻ AICC അധ്യക്ഷയ്ക്കും AICC പ്രസിഡന്റിനും ഒക്കെ ക്ഷണം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അതിൽ അല്ല. അപ്പോൾ ഉത്തർപ്രദേശ് PCC ഘടകം എന്ന് പറയുന്നത് ഔദ്യോഗികമല്ലേ? ഉത്തർപ്രദേശ് PCC അധ്യക്ഷനാണല്ലോ. അവിടേക്ക് സരയൂ നദിയിൽ മുങ്ങിക്കുളിച്ച് അവിടെ ശ്രീരാമനെ പോയി തൊഴണം, അവിടെ ഭജന നടത്തണം, 2500 പേരെങ്കിലും അങ്ങോട്ടേക്ക് മാർച്ച് നടത്തണം എന്നൊക്കെ ആഹ്വാനം ചെയ്യുന്നത് UP-യിലെ PCC അധ്യക്ഷനല്ലേ? അത് ഔദ്യോഗിക ഭാഗമല്ലേ? അല്ല, അവിടെയാണ് ഉത്തരമുള്ളത്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത്
വളരെ കൃത്യമാണ്. ഒന്ന്, രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടെ ഇത് പൊളിക്കുന്നതിന് മുമ്പേ, ബാബറി മസ്ജിദ് പൊളിക്കുന്നതിന് മുമ്പേ തുടങ്ങിയ കോടതി വ്യവഹാരങ്ങളുണ്ട്. അതിന്റെയൊക്കെ ഒടുക്കമാണ് അവിടെ ഭരണഘടനാ ബെഞ്ച് ഒരു തീരുമാനം എടുക്കുന്നത്. ആ തീരുമാനത്തിൽ ഭരണഘടനാ ബെഞ്ച് കൃത്യമായി പറയുന്നുണ്ട് അവിടെ ബാബറി എന്ന് പറയുന്ന ഒരു പള്ളി ഉണ്ടായിരുന്നു എന്നും അത് പൊളിച്ചു എന്നതിനും തെളിവുണ്ട്. എന്നാൽ അവിടെ രാമക്ഷേത്രം എന്ന് പറയുന്ന ഒരു മുൻകാല ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നതിന് തെളിവില്ല. സ്വയംഭൂവായ പ്രതിഷ്ഠയാണ് അവിടെ ഉണ്ടായിരുന്നതെന്ന് സുപ്രീം കോടതിയുടെ വിധിവാചകത്തിലുണ്ട്. ഈ വിധിവാചകമൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ അവിടെ രാമക്ഷേത്രം പണിയാൻ തീരുമാനമെടുക്കുന്നു. അതിനെ ഇതിലെ എക്സ് പാർട്ടി, അതായത് അവിടുത്തെ മുസ്ലിം സംഘടനകൾ, അവർ പോലും ആ വിധിയെ അംഗീകരിച്ചു കഴിഞ്ഞു. അങ്ങനെ അംഗീകരിക്കുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് പാർട്ടിക്ക് മാത്രം ഇല്ല, പറ്റില്ല, ഇതാ രണ്ട് കംപ്ലൈന്റുമായിട്ട് വന്ന പാർട്ടി പോലും അംഗീകരിച്ചു കഴിഞ്ഞു, ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഞങ്ങളുടെ തീരുമാനം പറഞ്ഞല്ലോ. ഔദ്യോഗികമായി നാഷണൽ കോൺഗ്രസിന്റെ AICC വക്താക്കളോ AICC നേതാക്കളോ വളരെ നിഷ്കളങ്കമായ മറുപടി. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോഴുള്ള കഥകളെല്ലാം നമ്മുടെ മുന്നിലുണ്ട്.